ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പോളിഫിറോസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ടോക്ക് വിത്ത് ജിംഷി എന്ന് പറയുന്ന ചാനലിൽ കണ്ടു. പുള്ളിക്കാരൻ അതിനകത്ത് മമ്മൂട്ടിയെ പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ മമ്മൂട്ടി എന്ന മെഗാ സ്റ്റാറിനെ ഒന്നും നമ്മളാരും അടുത്തറിയുന്നില്ല. പുള്ളിയുടെ കൂടെ സഹകരിച്ചതായി ഇവരൊക്കെ പറയുമ്പം നമ്മൾ ആ വാർത്തയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് കേൾക്കും. അപ്പോൾ ഫിറോസ് അതിൻ്റെ അകത്ത് ഇരുന്ന് ആ ഇൻ്റർവ്യൂവിൽ മമ്മൂട്ടിയെ പറ്റി പറയുന്ന പുള്ളിയുടേതായ ചിന്താഗതികളും അല്ലെ വേറെ നമ്മളെ പോലെ തന്നെ പലയിടത്തു നിന്ന് കേട്ടതും പല ഇൻ്റർവ്യൂ കേട്ടതും അല്ലെ പലരും പറഞ്ഞത് കേട്ടതും എല്ലാം കൂടെ കൂട്ടി പുള്ളിയുടേതായ ഒരു അഭിപ്രായത്തിൽ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. മമ്മൂക്കെ പറ്റി ഒരു ഷർട്ട് പോലും നല്ല ഇട്ടുകൊണ്ട് ചെന്നാൽ അവരെ അത് ഉരിക്കും എന്നുള്ള അഭിപ്രായത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, പോളിഫിറോസ് പറയുന്നത് എല്ലാം കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, അല്ലെ വെള്ളം തൊടാതെ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ വിഴുങ്ങേണ്ട കാര്യമില്ല. അത് അനുഭവമുള്ളൊരു കാര്യമാണ്. ബിഗ് ബോസ് സീസൺ 4 ഡോക്ടർ റോബിൻ സീസൺ 5 ഒന്ന് പോയിട്ട് ബിഗ് ബോസിൽ ആയിട്ട് അവരുമായിട്ട് ഇഷ്യൂ ഉണ്ടായി പിണങ്ങിപ്പോരുന്നു. അത് കഴിഞ്ഞ് ഫിറോസ് പിന്നെ പോയിട്ട് ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ച് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് പിന്നെ മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ മുഴുവൻ ആരോ പറഞ്ഞേൽപ്പിച്ച പോലെ ഫിറോസ് വായി തോന്നിയാസം മുഴുവൻ റോബിനെ പറ്റി വിളിച്ചു പറഞ്ഞു. അവസാനം പറഞ്ഞ് റോബിൻ ഒരു ഡോക്ടറല്ല, രോഗിയാണ്, മെൻ്റലാണ് എന്നുള്ള അർത്ഥത്തിൽ വരെയും ഫിറോസ് അന്ന് വിളിച്ചു പറഞ്ഞു. അത് ആര് ഒരാളൊരു മീഡിയയ്ക്ക് മുന്നേ നിന്ന് മറ്റൊരാളെ പറ്റി പറയുമ്പം ആ പറയുന്ന വ്യക്തിയെ പറ്റി നമുക്ക് അടുത്തറിയണം, എന്തെങ്കിലുമൊക്കെ നമുക്കറിയണം. ഇവിടെ ഫിറോസ് എന്ന വ്യക്തിക്ക് റോബിനെ അടുത്തറിയത്തൊന്നുമില്ല. പക്ഷേ അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല, പുള്ളി വായി തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു ഇതുണ്ട്. അന്ന് ഞങ്ങളൊക്കെ അതിനെതിരെ റിയാക്ഷൻ ഇട്ടിട്ടുള്ളതാണ്. കാരണം ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന പോലെ സംസാരിക്കുമ്പം അവരെപ്പറ്റി എന്തെങ്കിലും ഒന്ന് അടുത്തെങ്കിലും അറിഞ്ഞിട്ട് എന്തെങ്കിലും പറയണം. ഇത് ഒന്നും അറിയില്ല. റോബിൻ എന്ന വ്യക്തിയെ അടുത്തറിയത്തൊന്നുമില്ലെങ്കിലും ചുമ്മാ മെൻ്റലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വായി തോന്നിയതെല്ലാം പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് പോകെ ഈ കഴിഞ്ഞ തൊട്ടു മുന്നേ നടന്ന സീസണിൽ നിന്ന് പല പ്രമുഖ വ്യക്തികളും ഉൾപ്പെടെ പലതും ബിഗ് ബോസ് സീസൺ 6 അല്ല, ബിഗ് ബോസ് സീസണെ കുറിച്ച് പലതും പറഞ്ഞു. അപ്പം പണ്ട് റോബിൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് കാലം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഫിറോസ് പറഞ്ഞൊക്കെ അവിടെ വെറുതെ ആയിപ്പോയി. അതേപോലെ തന്നെ ഇപ്പം മമ്മൂക്കയെ പറ്റി പറയുന്നുണ്ട്. ഇത് ഫിറോസിന്റെ ഒരു അഭിപ്രായമാണ്, അല്ലാതെ ഇത് ശരി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒന്ന് കേട്ട് നോക്കാം. മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മമ്മൂക്ക അതുവരെ നമ്മൾ സിനിമയിൽ മാത്രം കണ്ട, കുട്ടിക്കാലം മുതൽ കണ്ട ഒരാളെ നമ്മൾ നേരിട്ട് കാണുന്ന ആദ്യത്തെ എൻ്റെ ഷോട്ട് തന്നെ പുള്ളി തന്നെ എന്നെ കൂളാക്കുകയും പിന്നീട് ഓക്കെ ആവുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ ഈ പുതിയതായിട്ട് അഭിനയിക്കാൻ വന്ന ഒരു മനുഷ്യൻ തെറ്റിക്കുമ്പോൾ കൂടെ വളരെയധികം കാലങ്ങളായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടാണ് അവർ. കാരണം ഇവർ ശരിയാക്കാത്തതുകൊണ്ട് അവർ വീണ്ടും അഭിനയിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അഭിനയിച്ച ഭാഗങ്ങൾ തന്നെ അഭിനയിക്കണം. അവർക്ക് തെറ്റുപറ്റിയല്ല. അവർ ഈ ഫീൽഡിൽ അത്രയും പയറ്റി തെളിഞ്ഞവരാണ്. അപ്പോൾ ഒരു പുതിയതായിട്ട് വന്ന ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അയാൾക്ക് അഭിനയം അറിയാത്തതുകൊണ്ട് ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നിട്ടും അവർ ക്ഷമയോടുകൂടി അത് നിന്ന് വീണ്ടും ഇവരെ ധൈര്യം കൊടുത്ത് അഭിനയിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവരും നാളെ സിനിമയിൽ ആയിക്കോട്ടെ എന്നുള്ള ഒരു നല്ല ഉദ്ദേശം അതിൻ്റെ പുറകിലുണ്ട്. അതല്ല എങ്കിൽ ചവിട്ടി താത്തേ ഉള്ളൂ. ഒരു 2-3 പ്രാവശ്യം തെറ്റിക്കുമ്പോൾ ഡയറക്ടറെ വിളിച്ച് പറയാൻ പറയാം, എനിക്കൊന്നും പറ്റിയല്ല എന്നങ്ങ് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു വലിയ മെഗാസ്റ്റാറൊക്കെ പറഞ്ഞാൽ പിന്നെ ഇവരെ വെച്ച് നോക്കും. അപ്പം തന്നെ എടുത്ത് ദൂരക്കളയും, അടുത്ത ആളെ എടുക്കും. അവിടെ മമ്മൂട്ടിയുടെ ഒരു നല്ല മനസ്സിലാക്കാൻ വേണമെങ്കിൽ, കാരണം ഒരു ജൂനിയറായിട്ട് വന്ന ഒരാൾക്ക് വേണ്ടി ഒരു വലിയൊരു നടൻ ക്ഷമയോടുകൂടി വീണ്ടും നിൽക്കുകയും ഇവരുടെ കൂടെ അഭിനയിക്കുകയും വീണ്ടും ഇവർക്ക് ധൈര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്വാളിറ്റി തന്നെയാണ്. കണ്ടത് നമ്മൾ കാണാതിരിക്കാൻ, നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പാടില്ല. ഒരു ക്ലോസ് റേഞ്ചാണ്. കൈചൂണ്ടിട്ട് നീയും എടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറേ ഡയലോഗാണ് മമ്മൂക്കായ. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം 2-3 പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി. പക്ഷെ പുള്ളി തന്നെ എന്നെ കൂളാക്കുകയും പിന്നീട് ഓക്കെ ആവുകയൊക്കെ ചെയ്തു. പുള്ളിയുടെ എക്സ്പീരിയൻസ്, മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ്. ആക്ച്വലി ഒരു പാവമാണ്. ഒരു 90% പാവമായിട്ടുള്ള ആളാണ്. പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സെറ്റിൽ ഈ ഷർട്ട് കാര്യം ഫിറോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫിറോസിന്റെ സ്വന്തം അനുഭവമല്ല, അതുണ്ട്. അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് അനുഭവം ഉണ്ടായി, ഞാൻ നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് പോയി അത് മമ്മൂക്ക ഊരിച്ചു എന്നല്ല പറയുന്നത്. ഈ ഷർട്ട് മമ്മൂക്ക ഊരിക്കുമെന്ന് അത് ഈ സോഷ്യൽ മീഡിയ നമ്മൾ ആരോ ഒരു
മേക്കമ്മാൻ അങ്ങനെ എന്തോ ഞാൻ ഓർക്കുന്നില്ല, എങ്ങനെയോ ഒരു തമ്പനിയിൽ എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് ആരൊക്കെയോ പറഞ്ഞു കേട്ട ഒരു വിവരമാണ് ഇവിടെ പറയുന്നത് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഫിറോസിനോട് നല്ല ഷർട്ട് ഊരിയിട്ട് വന്നാൽ മതി നീ എന്ന് മമ്മൂക്ക പറഞ്ഞെന്ന് ഫിറോസ് ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഫിറോസ് ഇവിടെ എന്താണ് ചെയ്തത്? എവിടുന്നോ കേട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെയും ഫിറോസിനൊരു തെറ്റുപറ്റി. മമ്മൂട്ടി എന്നൊരു വലിയ നടൻ, ഒരു താരരാജാവ്, ഒരു മെഗാസ്റ്റാർ, ഇത്രയും പ്രായമുണ്ട്, ഇത്രയും സീനിയറുമായ ഒരു നടൻ്റെ മുന്നിൽ ആൾക്കാർ നട്ടല് വളച്ച് നിൽക്കുന്നതായിട്ട് തെറ്റിദ്ധരിച്ചാണ് ഫിറോസ്. അതിനെ നമുക്ക് വേണേൽ മറ്റൊരു രീതി കാണാം. ഇത്രയും പ്രായം, ഇത്രയും വലിയൊരു നടനും ആകുമ്പോൾ സെറ്റിലുള്ളവരൊക്കെ പുള്ളിയെ ഒരു റെസ്പെക്റ്റോടെ കാണും, ഒരു ബഹുമാനത്തോടെ കാണും. പിന്നെ പുള്ളിയുടെ ക്യാരക്ടർ ഒരു കോമഡി പറഞ്ഞ ചുമ്മാ എല്ലാവരുടെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുന്നോ അങ്ങനത്തെ ഒരു ഫാമിലി മാനും കൂടെയാണ്. ഫുഡ് പോലും അടുത്ത സെറ്റുകളിലൊക്കെയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി മാത്രമേ കഴിക്കുള്ളൂ. അവിടെ എല്ലാവർക്കും അത് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചേ പുള്ളി കഴിക്കുള്ളൂ. അങ്ങനെ പുള്ളിയുടെ ഒരു സെറ്റപ്പ് ഒരു ഈ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിക്കുന്നവരുണ്ട്. മനുഷ്യൻ്റെ കാറ്റഗറി ആകുമ്പോൾ ചിലർ കോമഡിയാണ്, ചിലർ ഓപ്പൺ ആയിട്ട് ചുമ്മാ ടോക്കറ്റീവ് ആയിരിക്കും, ചിലർ വളരെ റിസർവ്ഡ് ആയിട്ട് സംസാരിക്കില്ലാത്തവരുണ്ട്. ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കോമഡി പറയും, ഒരു ഇഞ്ചി കൊടുത്തേക്കാൻ അവരുടെ കയ്യിൽ ഇഞ്ചി കടിച്ച ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവം ഓരോ രീതിയാണ്. അപ്പോൾ മമ്മൂക്കാന്ന് നമ്മൾ പറയുമ്പോൾ പുള്ളി പൊതുവെ അല്പം സീരിയസ് ആയ ഒരു വ്യക്തിയാണ്. ദുൽഖർ പോലും മുന്നിൽ നിന്ന് സംസാരിക്കാൻ, പുള്ളി വീട്ടിലും സീരിയസ് ആയ അച്ഛനാണ്. ഉള്ളി സ്നേഹം നയിക്കും. നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, പണ്ട് അഭിനയിച്ച ഒരു സിനിമ വാത്സല്യത്തിലെ ഒരു വല്യേട്ടനെ നമ്മൾ ഓർക്കുന്നില്ലേ? എല്ലാവരോടും വളരെയധികം സ്നേഹവും കുടുംബത്തെ ഓവറായിട്ട് സ്നേഹിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വലിയേട്ടൻ, പക്ഷെ പുറമെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ലാത്ത ഒരു മനുഷ്യൻ. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ കുടുംബങ്ങളിലൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അതേപോലത്തെ ഒരു ക്യാരക്ടർ, ആ ഒരു രീതി. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, മമ്മൂട്ടിയുടെ ക്യാരക്ടർ വെച്ചിട്ട് അങ്ങേര് ഒരു സെറ്റിൽ വരുമ്പോൾ ആൾക്കാർ ഒരു റെസ്പെക്റ്റ് കൊടുക്കും, ഒരു ബഹുമാനം കൊടുക്കും. അത് നട്ടല് വളഞ്ഞ് കൂഞ്ഞ് നിന്ന് പുള്ളിയെ സോപ്പിട്ട് നിൽക്കുന്ന ആള് എന്ന് തെറ്റിദ്ധരിച്ചതാണ് ഫിറോസ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നിന്നിരുന്ന എനിക്കും ചാൻസ് കിട്ടുമായിരുന്നു എന്നൊക്കെ പറയുന്ന അല്പത്തരമാണ്. അതിന് അടിയാളന്മാരൊക്കെ നിൽക്കുന്നവരുണ്ട്, അവർക്കൊക്കെ വീണ്ടും ചാൻസുകളുണ്ട്. ചില ആർട്ടിസ്റ്റൊക്കെ ഞാനവിടെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അവിടെ ആ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ വേഷങ്ങളിൽ പുള്ളി വിളിച്ച് കൊടുക്കും. നട്ടലില്ലാതെ നട്ടല് വളച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. ഒരുപക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടെങ്കിൽ പുള്ളിയുടെ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷെ നമുക്കത് പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ ഈ പാവമെന്ന് പറഞ്ഞെങ്കിലും പുള്ളിയുടെ പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആൾക്കാർ. അതായത് ഞാനൊരു ഇൻസിഡൻറ്റ് ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു സിനിമ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിലൊരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിലോ മറ്റാണ് ഷൂട്ട്, നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത്, ഇയാളെ കൂടെ കൂട്ടിന് കയറ്റി. അപ്പോൾ അയാൾ വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ്. പുള്ളി പറയുന്നതിനെല്ലാം എസ് മൂടിയ ഓക്കെയാണ്. അദ്ദേഹത്തെ ആ ഒരു ഏർലി മോർണിംഗ് ഒരു 3 മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് 1/2 മണിക്കൂർ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആ ഇരയാക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞത് ഇരയാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ് എന്ന് പറയുന്നു. അങ്ങനെയുണ്ട്, ആരെങ്കിലും ഇന്റർവ്യൂ കൊടുത്തു കാണും, അതിൽ ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞു എന്നുള്ളതാണ് ഫിറോസിന്റെ കംപ്ലൈന്റ്. മമ്മൂട്ടി ഒരാളെ പാതിരാത്രിയിലോ അവരെ വഴിയിൽ ഇറക്കി വിടുന്നു, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് അയാളെ കയറ്റിക്കൊണ്ട് പോകുന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ എന്തോ ആണ് കാറയിലിരുന്ന് സംസാരിച്ചപ്പം ഇഷ്ടപ്പെടാൻ വന്നപ്പോൾ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. ഈ അവരുടെ ഇടയിൽ എന്ത് നടന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ആ ഒരു ആള് പറയുന്നത് എന്താണ്, എന്നെ ഇറക്കി വിട്ടു പക്ഷെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഇയാൾ എന്ത് പറഞ്ഞു എന്ന് നമുക്കറിയോ? ഒരിക്കലും നമുക്കറിയില്ല ഇവർ തമ്മിൽ എന്താണ് ഉണ്ടായെന്ന്. കുറച്ച് മുന്നേ ഫിറോസ് പറയുന്നത് എന്താണ്, സെറ്റിൽ എല്ലാവരും വളരെ ഭവ്യതയോടുകൂടി നട്ടല് വളച്ച് നിൽക്കുന്നു. അങ്ങനെ നട്ടല് വളച്ച് നിൽക്കുന്ന ഒരു രീതി പറഞ്ഞത് ശരിയാണെങ്കിൽ കാറിൽ പോകുമ്പോൾ മമ്മൂക്കയോട് എന്തെങ്കിലും അഹങ്കാരം ആരെങ്കിലും പറയുമോ? അപ്പം അങ്ങനെയല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ തെളിഞ്ഞു. അപ്പം അങ്ങനെയല്ല, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. അതുകൊണ്ടാണല്ലോ സ്ക്രിപ്റ്റ് റൈറ്റർ ഒന്നിച്ച് കാറിൽ പോയപ്പോൾ അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അത് ഇഷ്ടപ്പെടാതെ വന്നപ്പം
ദേഷ്യപ്പെട്ട് കാറിൽ നിന്ന് ഇറക്കി വിട്ടുന്നത്. അത് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് എന്താണ് അത് പറഞ്ഞെന്നുള്ളത്. അത് എന്തും ആവാം ഇല്ലേ. ഇപ്പം നമ്മൾ വേറൊരു വാക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും ഒരാളുടെ അപ്പനെ വിളിച്ചെന്ന് വെച്ചോ, ആ വിളിച്ച ഞാനിപ്പം മറ്റൊരാളുടെ അപ്പനെ വിളിക്കുന്നു, ആ വിളി കേട്ടയാൾ ചത്തിരിക്കാന്ന് വെച്ചോ, ജീവനില്ലാത്ത പോലെ പകുതി ചത്ത പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണേലും അപ്പന് വിളി കേട്ട ചാടി എണീറ്റ് തല്ലുമെന്നാണ് പറയുന്നത്. ആണത്തുള്ളവരങ്ങനെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ട് ചില വാക്കുകൾ അല്ലെ ചില നമുക്ക് അതുപോലെ പ്രകോപിപ്പിക്കുന്ന, നമ്മുടെ നിയന്ത്രണം പോയിട്ട് നമ്മളെ പ്രകോപിക്കുന്ന ഒരു വാക്കാണ് പറയുന്നതെങ്കിൽ പെട്ടെന്ന് ദേഷ്യം കൂടെ വരുന്ന ക്യാരക്ടറാണ് തീർച്ചയായിട്ടും നമുക്ക് ഇടപെട്ട പോലെ തന്നെ ഇടപെട്ടും കാറ് നിർത്തി ഇറക്കി വിടുകയൊക്കെ ചെയ്യും. അത് കഴിയുമ്പം ആ ഒരു ഉണ്ടായ ഒരു ദേഷ്യം മാറുമ്പോൾ പക്വതയോടെ അയ്യോ അത് വേണ്ടായിരുന്നു, അവൻ പറഞ്ഞ അവൻ്റെ വിവരക്കേട്, ഞാനത് ക്ഷമിച്ചേക്കാം, എൻ്റെ ദേഷ്യം ഇച്ചിരി കുറയ്ക്കണം, എന്നാലേ ശരിയാവുള്ളൂ, ഇങ്ങനെയൊക്കെ സ്വയം ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് അങ്ങേരെ വിളിച്ചത്. അപ്പം അങ്ങേര് പറഞ്ഞത് തെറ്റാന്ന് കാറെ കയറിയ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് വരുന്ന ഇൻ്റർവ്യൂയിലൊക്കെ ആ മനുഷ്യൻ മമ്മൂട്ടിയെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ കാര്യം തെറ്റ് ഇങ്ങേരുടെ ഭാഗത്താണെന്നും കൂടെ ഇങ്ങേർക്ക് ബോധം വന്നിട്ടുള്ളത് കൊണ്ട്. അല്ലേ ഇത് ആരും അറിയാതെ വിടത്തേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഫിറോസ് കാണുന്നാലേ ആ ഒരു പ്രവൃത്തിയിലും മമ്മൂക്കയിലാണ് തെറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്തതാണ്. മമ്മൂക്കാക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനെ പ്രവർത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ, അയാളുടെ ഈ അടുത്തിടയ്ക്ക് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. പെട്ടെന്ന് ആരാന്ന് ഓർക്കുന്നില്ല, ഒരു കണ്ടോളൂ. അല്ല, ടെക്നിക്കൽ ഫീൽഡിലുള്ള ഒരു കക്ഷിയാണ്. അപ്പോൾ അന്നേരം ഈ ഇൻസിഡൻറ്റ് പക്ഷെ പുള്ളി പറയുന്നത് മമ്മൂക്ക അരമണിക്കൂർ കഴിഞ്ഞ് മമ്മൂട്ടി വരാൻ വേണ്ടി അവിടെ നിൽക്കേണ്ട വല്ല പാണ്ടിലോറിയും കയറി പൊക്കൂടായിരുന്നു. ഗ്ലോറിഫൈ ചെയ്തിട്ടാണ്. അതായത് പുള്ളി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്ന ചെറിയൊരു കാര്യം മതി, ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് ആ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ ഞാനവിടെ നിൽക്കുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റമായിട്ടല്ല, പുകഴ്ത്തിയാണ് പറയുന്നത്. മമ്മൂക്കാക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പം ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുകൊണ്ട് ഇറക്കി വിട്ടിട്ട് പിന്നെ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? എന്തുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടി എന്ന് പറയുന്നത് ദൈവമൊന്നും അല്ലല്ലോ. അങ്ങേരുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറേ തെണ്ടിത്തരവും തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ. പക്ഷെ ബാക്കിയുള്ളവർ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി വില്ലിങ് ആവുന്നത്. അപ്പോൾ പുള്ളിയുടെ തെറ്റുകൾ പോലും ഒരു സിനിമാ നായകൻ്റെ പേരിൽ പുള്ളിയുടെ തെറ്റുകൾ പോലും ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞ് വീണ്ടും ഇങ്ങനെയുള്ള പല തെറ്റുകളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ. ഇങ്ങനെ പുള്ളിയുടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ തെണ്ടിത്തരം എന്നൊക്കെ പറയുന്നത് തന്നെ ശരിയല്ല. ഇപ്പൊ ഫിറോസ് ഉപയോഗിച്ച ഭാഷയില്ലേ തെണ്ടിത്തരം. ഫിറോസിന് നേരിട്ട് അനുഭവം ഉണ്ടോ? ഒരാളൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് മമ്മൂക്ക ഇറക്കി വിട്ടു, തിരിച്ചു വന്നു, എന്നെ കയറ്റി. ആ ഒരു ഇൻസിഡന്റ് വെച്ച് തെണ്ടിത്തരം എന്നൊക്കെ മമ്മൂട്ടിയുടെ കാര്യത്തിൽ പറയാൻ പാടില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു പേപ്പർ എടുത്താൽ രണ്ടു വശവും വായിച്ചിട്ട് അഭിപ്രായം പറയാവുള്ളെന്ന് വെച്ച് ഇവര് തമ്മിൽ ഇടയ്ക്ക് നടന്ന കാര്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല. എല്ലാവരും കേട്ട പോലെ തന്നെ ഇയാളുടെ ഇന്റർവ്യൂ ഫിറോസും കേട്ടിരിക്കുന്നു. ഫിറോസ് എന്നിട്ട് അതിന്റെ പുറത്താണ് ഈ തെണ്ടിത്തരം എന്നൊക്കെ മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ കാര്യം അറിയാതെ വെറുതെ എന്ന് പറയാം. പക്ഷെ ഞാൻ ഇവിടെ വീണ്ടും സമ്മതിച്ചു കൊടുക്കുന്നു, ഇങ്ങനെ പറയാനുള്ള കപ്പാസിറ്റിയും പറയാനുള്ള നട്ടലും ഫിറോസിന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ന് കരുതി പറയുന്നതെല്ലാം ശരിയാണെന്ന് ആരും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഡോക്ടർ റോബിനെ കുറിച്ച് ഇതേപോലെ പറഞ്ഞത് ഇതേപോലെ തെണ്ടിത്തരം എന്നൊക്കെയുള്ള രീതിയിൽ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പറയും. എല്ലാവരും അത് ക്ഷമിച്ച് വിടുന്നതുകൊണ്ടാണ് ഫിറോസ് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. ഇതിപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ചെയ്തായിരുന്നു. ഇപ്പോൾ എന്നെയാണ് അങ്ങനെ ഇറക്കി വിട്ടുന്നെങ്കിൽ പിന്നെ ആ വണ്ടിയിൽ ഞാൻ കയറത്തില്ല, ഞാൻ നല്ല തെറിയും കൊടുക്കും. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, മനസ്സിലായി. പക്ഷെ അത് ഒരു പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല. അത് പുള്ളി എന്നല്ല, മമ്മൂട്ടി എന്നല്ല, മമ്മൂട്ടിയുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്തിനാണത്? അതൊന്നും താര ആരാധനയാണെന്നൊന്നും പറയല്ല. താരങ്ങളെയൊന്നും മലയാളികൾ ഓവറായിട്ടൊന്നും ആരാധിക്കുന്നില്ല. പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറഞ്ഞ ആ ഒരു റെസ്പെക്റ്റ് മലയാളികൾ കൊടുക്കുന്നുണ്ട്. അതങ്ങനെയാണ്. പിന്നെ വളരെ മോശം ക്യാരക്ടറായി ഇവരെന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. അവരവരുടേതായ രീതിയിൽ ചാരിറ്റികളൊക്കെ ചെയ്യുന്നുണ്ട്. മമ്മൂക്കയാണെങ്കിൽ ഈ പറയുന്നു കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ പറയും മമ്മൂട്ടി മഹാനടന്മാരാരെ സഹായിക്കില്ല, ദിലീപിനെ പോലുള്ളവരൊക്കെ സഹായിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മഹാനടന്മാരായ മമ്മൂക്കയൊക്കെ സഹായം ചെയ്യുന്നത് ഒരാൾ അറിയുന്നില്ല എന്ന് വേണം കൂടുതലും കരുതാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.